ഈ ഹൈ ടെൻഷൻ ഇലക്ട്രിക് വയർ നമ്മുടെ മുകളിലൂടെ ചിലപ്പോൾ ഇങ്ങനെ പോകുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ. ചിലപ്പോൾ കറണ്ടിൻ്റെ ശക്തി കൊണ്ടായിരിക്കും എന്നുള്ളൊരു സൗണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു രമ്പി കേൾക്കും. ആ കമ്പി എങ്ങാനും അങ്ങ് പൊട്ടിച്ചാടിന്ന് വിചാരിച്ചു എന്താ കാരണവശാൽ. അങ്ങനെ പൊട്ടിച്ചാടി കമ്പി ഭൂമിയിൽ തൊട്ട് കഴിഞ്ഞാൽ ആ ഭൂമിയിലെ ആ കമ്പി കിടക്കണ 20 മീറ്റർ അകലം വരെ ഈ ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന പറഞ്ഞത്. അപ്പോൾ അവിടെ എങ്ങാനും നമ്മൾ കാല് കുത്തിയാൽ നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ ഈ കറണ്ട് എങ്ങനെ പാസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ 2 കാലിങ്ങനെ നിലത്ത് കുത്തി നിൽക്കുമ്പോൾ ഒരു കാല് ഈ കമ്പി പൊട്ടിച്ചാടിയതിൻ്റെ അടുത്തായിരിക്കും, ഒരു കാല് കമ്പി പൊട്ടിച്ചാടിയതിൻ്റെ കുറച്ച് ദൂരമായിരിക്കും. അപ്പോൾ പൊട്ടിച്ചാടിയതിൻ്റെ അടുത്ത് നിൽക്കുന്ന കാലിലൂടെ ഇലക്ട്രിസിറ്റി കയറിയിട്ട് ദൂരെ നിൽക്കുന്ന കാലിലൂടെ പുറത്തേക്ക് പോകുന്ന രീതിയിൽ നമ്മളിലൊരു സർക്യൂട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അത് അപകടം. അപ്പോൾ അത് ഒഴിവാക്കാൻ 3 വഴികളുള്ളത്. ഒന്നുകിൽ ഒറ്റക്കാലിൽ ചാടി അവിടെ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ 2 കാലിങ്ങനെ തൊട്ടി ഒരുമി അകലം വരുത്താത്ത രീതിയിൽ നടന്ന് കാലിങ്ങനെ നെരുക്കി ഇങ്ങനെ മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ തവളച്ചാട്ടം ചാടി പോവാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് വളരെ അപൂർവമാണ്. എന്നാലും നമ്മളൊരു അറിവെന്നുള്ള രീതിയിൽ ഇത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്.